സ്നേഹനാഥനായ ഈശോയെ, അങ്ങയുടെ പെസഹ രഹസ്യങ്ങളെ ധ്യാനിക്കാൻ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അന്ത്യത്താഴവേളയിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പനയും അങ്ങയുടെ ശരീരരക്തങ്ങളും ഞങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടിയാകട്ടെ. ഈ ആരാധനയിലൂടെ ദിവ്യകാരുണ്യേശോയെ അങ്ങേ കൂടുതൽ അടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദിവ്യകാരുണ്യം സ്നേഹത്തിൻ്റെ കൂതാശയാണ്. മനുഷ്യൻ പാപം വഴി ദൈവത്തിൽ നിന്നും അകന്നു പോകുമ്പോൾ തിരികെ വരാനുള്ള വഴിയായി ദിവ്യകാരുണ്യം മാറുന്നു. നമ്മെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ഈശോ തൻ്റെ ശരീരവും രക്തവും നൽകി നമ്മെ വിശുദ്ധീകരിക്കുന്നു. ഏത് ദുഃഖങ്ങൾക്കും നിലവിളികൾക്കും ഒപ്പം നിൽക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന. ഈ സ്വർഗീയ അപ്പം ഐക്യത്തിൻ്റെ അടയാളവും കാരുണ്യത്തിൻ്റെ ബന്ധവുമാണ്. സ്വർഗത്തിൽ നിന്ന് ജീവനുള്ള അപ്പമായി ഈശോ ഇറങ്ങി വന്ന ദിനമാണ് പെസഹ. പഴയ നിയമത്തിൽ പെസഹ എന്നത് ഫറവോ ചക്രവർത്തിയുടെ പീഡനത്തിൽ വലഞ്ഞ ദൈവജനത്തിൻ്റെ നിരാശ മാറ്റിയതിൻ്റെ ഓർമ്മയാണ്. അവരുടെ കഷ്ടതയ്ക്ക് ദൈവം അറുതി വരുത്തിയതിൻ്റെ ഓർമ്മയാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ നിത്യസ്മാരകമായി യഹൂദർ ആരംഭിച്ചതാണത്. ഈശോ അത് തൻ്റെ ഓർമ്മയ്ക്കായി മാറ്റി. പഴയ നിയമത്തിൽ പെസഹ എന്നത് ദൈവദൂതൻ ഈജിപ്തിലൂടെ കടന്നുപോയപ്പോൾ വിശ്വാസികളുടെ ഭവനങ്ങളെ സംരക്ഷിച്ചു കടന്നുപോയതിൻ്റെ തിരുനാളായിരുന്നു. ഇവിടെ ദൈവപുത്രൻ കടന്നു വരുന്നതിൻ്റെ തിരുനാളാണ്. സ്വർഗീയ അപ്പമായി കടന്നു വരുന്നതിൻ്റെ തിരുനാൾ. വിശ്വാസികളുടെ ഹൃദയങ്ങളെ സംരക്ഷിക്കാൻ കടന്നു വരുന്നതിൻ്റെ തിരുനാൾ. മനുഷ്യൻ്റെ സമസ്ത പാപങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കുമുള്ള ദൈവത്തിൻ്റെ കടന്നുവരലാണ് പുതിയ നിയമത്തിലെ പെസഹ. പ്രിയമുള്ളവരെ, പെസഹ എന്നത് വെറുമൊരു സ്മരണയല്ല, മറിച്ച് ദൈവസ്നേഹത്തിൻ്റെ ജീവിക്കുന്ന അടയാളമാണ്. ഈ ആരാധനയിൽ നമുക്ക് 4 പ്രധാന തലങ്ങളെ ധ്യാനിക്കാം. ഒന്നാമത്തേത് ശൂന്യവൽക്കരണത്തിൻ്റെ സ്നേഹം. ദൈവമായിരുന്നിട്ടും മനുഷ്യനായി അവതരിച്ച ഈശോ പെസഹ വ്യാഴാഴ്ച തന്നെ വീണ്ടും താഴ്ത്തി ഒരു ദാസന്റെ വേഷം സ്വീകരിക്കുന്നു. വിശ്വപ്രപഞ്ചത്തിൻ്റെ നാഥൻ മണ്ണിൽ മുട്ടൂത്തി നിന്ന് പാപിയായ മനുഷ്യന്റെ പാദങ്ങൾ കഴുകുന്നു. അത്യുന്നതനായ ദൈവം അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുൻപിലിരിക്കുന്നത് മനുഷ്യരാശിയോടുള്ള സ്നേഹം മൂലമാണ്. നാം നമ്മുടെ അഹന്തയുടെയും പദവിയുടെയും വസ്ത്രങ്ങൾ അഴിച്ചു വയ്ക്കാതെ ഈ ദിവ്യകാരുണ്യത്തെ തൊടാൻ സാധിക്കുകയില്ല. ഈശോയുടെ സന്നദ്ധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ പോലെ വിനീതരാകാൻ തടസ്സമായി നിൽക്കുന്ന ഞാനെന്ന ഭാവം എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാനെന്ന ഭാവം മാറ്റി വിശുദ്ധമായത് വിശുദ്ധിയോടെ ചെയ്യാൻ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. രണ്ടാമത്തെ ധ്യാന ചിന്ത ഒറ്റിക്കൊടുക്കലിൻ്റെ വേദനയും ക്ഷമയുടെ വിരുന്നും. യേശു തൻ്റെ അന്ത്യത്താഴമേശയിൽ തന്നെ ഒറ്റിക്കൊടുക്കാൻ പോകുന്ന യൂദാസിനെയും തള്ളിപ്പറയാൻ പോകുന്ന പത്രോസിനെയും ഓടിയൊളിക്കാൻ പോകുന്ന ശിഷ്യന്മാർക്കും
ഈശോ തൻ്റെ ശരീരവും രക്തവും നൽകുന്നു. ശത്രുവിനും സ്നേഹിതനും ഒരേപോലെ വിളമ്പുന്ന വിരുന്നാണ് പെസഹ. നമുക്ക് ധ്യാനിക്കാം. നാം യോഗ്യരായതുകൊണ്ടല്ല, മറിച്ച് അവിടുന്ന് കരുണാനിധിയായതുകൊണ്ടാണ് നമുക്ക് ഈ വിരുന്നിൽ പങ്കുചേരാൻ കഴിയുന്നത്. നമ്മെ വേദനിപ്പിച്ചവർക്കും വഞ്ചിച്ചവർക്കുമായി പ്രാർത്ഥിക്കാൻ ഈ നിമിഷം ഈശോ നമ്മെ ക്ഷണിക്കുന്നു. നമുക്ക് ചിന്തിക്കാം, എൻ്റെ മേശയിൽ എനിക്കിഷ്ടമില്ലാത്തവർക്ക് സ്ഥാനമുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ക്ഷമിക്കപ്പെടാതെ ഏതെങ്കിലും വ്യക്തി ബാക്കിയുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, വിശുദ്ധമായത് വിശുദ്ധിയോടെ ചെയ്യാൻ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. മൂന്നാമത്തെ ധ്യാന ചിന്ത: ഗോതമ്പ് മണി മണ്ണിൽ വീണഴിയണം. ഗോതമ്പ് മണി നിലത്ത് വീണ് അലിഞ്ഞു ചേരുന്നില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. അലിഞ്ഞു ചേരുന്നെങ്കിലോ അത് വലിയ ബലം നൽകും. പെസഹ രാത്രിയിൽ യേശു തന്നെ ഗോതമ്പ് മണിയായി സമർപ്പിച്ചു. കാൽവരിയിൽ ആ ഗോതമ്പ് മണി മണ്ണിൽ വീണലിഞ്ഞു. ആ മരണത്തിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന ജീവൻ. നമുക്ക് ധ്യാനിക്കാം. ദിവ്യകാരുണ്യം ഒരു ബലിയുടെ ഫലമാണ്. നമ്മുടെ ജീവിതത്തിലും നന്മയുണ്ടാകണമെങ്കിൽ നാം സ്വയം അലിയേണ്ടതുണ്ട്. സ്വന്തം ആഗ്രഹങ്ങളും സ്വാർത്ഥതയും മറ്റുള്ളവർക്കായി അലിയിച്ചു കളയുമ്പോൾ മാത്രമേ നാം ദിവ്യകാരുണ്യ മനുഷ്യരായി മാറുന്നുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രകാശമാകാൻ എൻ്റെ താല്പര്യങ്ങൾ ഹോമിക്കാനുള്ള കരുത്ത് എനിക്ക് നൽകണമേ. കർത്താവായ യേശുവേ, വിശുദ്ധമായത് വിശുദ്ധിയോട് ചെയ്യാൻ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. നാലാമത്തെ ധ്യാന ചിന്ത: നിശബ്ദതയുടെ സാക്ഷ്യം. ഗത്സമനി മുതൽ കാൽവരി വരെ ഈശോ മിക്കവാറും നിശബ്ദനായിരുന്നു. പരിഹാസങ്ങൾക്കും പീഡകൾക്കും മുന്നിൽ അവിടുന്ന് മറുപടി നൽകിയില്ല. ഈ അരുളിക്കായിൽ ഇരിക്കുന്ന ഈശോയും നിശബ്ദനാണ്. ഈ നിശബ്ദത ലോകത്തിലെ എല്ലാ വാക്കുകളേക്കാളും ശക്തിയുള്ളതാണ്. നമുക്ക് ധ്യാനിക്കാം. ഈ ലോകത്ത് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നാം നമ്മുടെ ഉള്ളിൽ ഒരു ഗത്സമനി ഒരുക്കേണ്ടതുണ്ട്. വാക്കുകളില്ലാതെ ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിക്കുക. നിശബ്ദതയിൽ മാത്രമേ ദൈവത്തിന് നമ്മോട് സംസാരിക്കാൻ കഴിയൂ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പരാതികളും പരിഭവങ്ങളും ഈ നിശബ്ദതയിൽ ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. അവിടുത്തെ മൗനത്തിൽ എൻ്റെ ആത്മാവ് ശ്രമിക്കട്ടെ. ഈശോയെ, വിശുദ്ധമായത് വിശുദ്ധിയോടെ ചെയ്യാൻ എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ഉൾക്കരേ
ബുദ്ധി